ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഹോട്ടലിൽ കിട്ടുന്ന അതേ രീതിയിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ ഇന്ന്. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ 2 നുള്ളു ഉലുവയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റുക. ചെറിയൊരു ചുവന്ന നിറം വരുമ്പോൾ അതിലേക്ക് 6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 1.5 ടീസ്പൂൺ ഇഞ്ചിയും ഇട്ട് ഒന്നുകൂടി വഴറ്റണം. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കണം. ചൂടായാൽ മാത്രം മതി, വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് അതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ 6 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് ഒന്ന് വഴറ്റാം. ചുവക്കെ വഴറ്റണം കേട്ടോ. അതൊന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഈ മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അരപ്പിട്ട ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. അരപ്പ് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 3 കുടംപുളി നല്ലപോലെ കഴുകി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പെല്ലാം പാകമാണോന്ന് നോക്കാം. മീൻ കഴിക്കാത്തവർക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ഉപ്പ് നോക്കുന്നത് നന്നായിരിക്കും. കറി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ദശക്കട്ടിയുള്ള 1/2 കിലോ മീൻ വൃത്തിയായി കഴുകി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മൊയ്മീനാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം മീനിലേക്ക് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മാത്രമേ ഇളക്കാൻ പറ്റുള്ളൂ. ഇനി ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഞരടിയിട്ട ശേഷം അടച്ചു വെച്ച് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം വേവിക്കുക. ഇടയ്ക്കിടെ ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കരണ്ടിയോ സ്പൂണോ ഒന്നും ഇട്ടിളക്കരുത്, മീൻ ഉടഞ്ഞു പോവും. മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി എടുത്ത് റൗണ്ടായി മുറിച്ച് നമുക്ക് കറിയുടെ മീതി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തോളൂ. കുറച്ച് കറിവേപ്പിലയും 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ട് ഒന്ന് ചുറ്റിച്ച ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി കഴിക്കാൻ പോകുമ്പോൾ എടുത്താൽ മതി. കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും മീൻ കറി കഴിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അതായത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മീനിലെല്ലാം ഉപ്പും മുളകും കറിയുടെ മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂട് ചോറും നല്ല ചൊടുപ്പുള്ള മീൻ കറിയും അടിപൊളി ടേസ്റ്റാണ്. നല്ല കൊഴുപ്പുണ്ട് നമ്മുടെ മീൻ കറിക്ക്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് കേരള ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.